നമസ്കാരം, സ്മാർട്ട് ശ്രീ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കെമിസ്ട്രിയാണ് നോക്കുന്നത്. ആ കെമിസ്ട്രിയിലെ ആസിഡുകളും ആൽക്കലികളും എന്ന ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആസിഡ്സ് ആൻഡ് ആൽക്കലീസ്. അപ്പോൾ അതിൽ നമുക്ക് ആസിഡിനെ കുറിച്ച് നോക്കാം. എന്താണ് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലീയ ലായനിയിൽ ഹൈഡ്രജൻ അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ ആസിഡുകൾ എന്ന് പറയുന്നത്. എന്താണ്? ജലീയ ലായനിയിൽ ഹൈഡ്രജൻ അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളെയാണ് ആസിഡുകൾ എന്ന് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം രാസപ്രവർത്തനം വഴി ഹൈഡ്രജനെ സ്വതന്ത്രമാക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങൾ. എന്താണ്? രാസപ്രവർത്തനം വഴി ഹൈഡ്രജനെ സ്വതന്ത്രമാക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളെയും നമ്മൾ എന്തെന്ന് പറയാം? ആസിഡുകൾ എന്ന് പറയുന്നു. അപ്പൊ അത് രണ്ടും ആസിഡ്സ് എന്താണെന്നുള്ളതിനാണ് എന്താണ് നമ്മൾ പറഞ്ഞത്? രാസപ്രവർത്തനം വഴി ഹൈഡ്രജനെ സ്വതന്ത്രമാക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ ആസിഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മൾ കഴിക്കുന്ന ഫുഡ് ഐറ്റംസിലൊക്കെ ചെറിയ എമൗണ്ട് ആസിഡ്സ് ഉണ്ട് അല്ലേ? ആസിഡുകൾ ഉണ്ട്. അതായത് ലെമൺ ജ്യൂസ്, പിന്നെ അതുപോലെ വിനീഗർ, ദേ കണ്ടെയ്ൻ സർട്ടൺ ടൈപ്പ് ഓഫ് ആസിഡ്സ്. ഒരു ചെറിയ എമൗണ്ട് ആസിഡുകൾ ഉണ്ട്. ആസിഡ്സിന്റെ ബേസിക് ടേസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? സോർ ടേസ്റ്റ് ആണ് അല്ലേ? ആസിഡിന്റെ ടേസ്റ്റ് എന്ന് പറയുന്ന ഒരു സോർ ടേസ്റ്റ് ആണ്. പിന്നെ ഈ ആസിഡുകൾ നമ്മൾ എന്താണ് ആസിഡിന്റെ സാന്നിധ്യം മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഹിബിസ്കസ് പേപ്പർ ഉപയോഗിക്കും. ലാബിലൊക്കെ ആണെങ്കിൽ, ലബോറട്ടറീസിലാണെങ്കിൽ നമ്മൾ ലിറ്റ്മസ് പേപ്പറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ ലിറ്റ്മസ് പേപ്പർ അവൈലബിൾ ഇൻ റെഡ് ആൻഡ് ബ്ലൂ കളറിൽ അല്ലേ? രണ്ട് കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ് ലിറ്റ്മസ് പേപ്പർ. റെഡ് നിറത്തിൽ ലഭിക്കും, അതുപോലെ ബ്ലൂ കളറിൽ ലിറ്റ്മസ് പേപ്പർ കിട്ടും. അപ്പോൾ നമ്മൾ ആസിഡ്സുകളെ എങ്ങനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം? ആസിഡ്സ് ആണോ എന്ന് അറിയണത് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നതാണ് ആസിഡുകൾ. അപ്പൊ ആസിഡ്സ് ലിറ്റ്മസ് പേപ്പറിൽ ആസിഡ്സ് എങ്ങനെയാണ് കാണിക്കുന്നത്? റെഡ് കളറാണ്. ആസിഡ്സ് പ്രസന്റ് ആണോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് ലിറ്റ്മസ് പേപ്പർ നമ്മൾ അതിനകത്തായിട്ട് ഡിപ്പ് ചെയ്ത് കഴിയുമ്പോഴേക്കും ആ തന്നേക്കുന്ന ഒരു സൊല്യൂഷനിലേക്ക് നമ്മൾ ഡിപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആസിഡ്സ് ആണെങ്കിൽ എന്ത് കളർ ചേഞ്ച് ആണ് അവിടെ വരുന്നത്? നീല ലിറ്റ്മസ് പേപ്പറിനെ എന്താക്കി മാറ്റുന്നു? റെഡ് നിറം അല്ലെ? ചുവപ്പ് നിറമാക്കി മാറ്റുന്നു. അപ്പൊ ആസിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ ഈ ലിറ്റ്മസ് പേപ്പറിനകത്ത് എന്ത് കളർ ആയിരിക്കും? റെഡ് ഇൻ കളർ അല്ലെ? ആസിഡ് റെഡ് കളർ ആയിരിക്കും. അപ്പൊ ആ ഒരു പോയിന്റ് നോക്കുക. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നത് ഏതാണ്? ആസിഡുകളാണ്, ആസിഡ്സ് ആണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഓൾ ആസിഡ്സ് ആർ സോർ ഇൻ ടേസ്റ്റ്. ടേസ്റ്റ് നമ്മൾ എന്താണ്? സോർ ടേസ്റ്റ് ആണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ലാബിലൊക്കെ യൂസ് ചെയ്യുന്ന ആസിഡ്സുകൾ ഏതാണ്? സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, പിന്നെ അതുപോലെ തന്നെ HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇതൊക്കെ ലാബിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രോങ് ആസിഡ്സുകളാണ്. ഏതൊക്കെയാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്. ഇതൊക്കെ നമ്മളെ ലാബുകളിൽ, ലബോറട്ടറീസിൽ യൂസ് ചെയ്യുന്ന സ്ട്രോങ് ആസിഡ്സുകളാണ്. അപ്പൊ ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്? അത് ആസിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെറ്റലുമായിട്ട്, ഇനി അടുത്ത് നമ്മൾ നോക്കുന്ന ആസിഡ്സ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് നെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആസിഡ് റിയാക്ട് വിത്ത് മെറ്റൽ എന്താണ്? ഹൈഡ്രജൻ ഈസ് പ്രൊഡ്യൂസ്ഡ്. ഹൈഡ്രജൻ ആണ് അവിടെ ഉണ്ടാകുന്നത്. അത് നോട്ട് ചെയ്യണം. ആസിഡുകൾ ഏതുമായിട്ട്? മെറ്റലുമായിട്ട്, പ്രവർത്തനശേഷി കൂടിയ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഏത്? ഹൈഡ്രജൻ. ഹൈഡ്രജൻ ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ ഉണ്ടാകുന്ന ഈ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻഫ്ലേമബിൾ ആണ്. ഇൻഫ്ലേമബിൾ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? എന്താണ്? അത് കത്താൻ സഹായിക്കുന്നതാണ് അല്ലേ ഈ ഹൈഡ്രജൻ. അപ്പോൾ വെൻ ആസിഡ് റിയാക്ട് വിത്ത് ഹൈഡ്രജൻ വെൻ ആസിഡ് റിയാക്ട് വിത്ത് മെറ്റൽ ഹൈഡ്രജൻ ഈസ് പ്രൊഡ്യൂസ്ഡ്. നമ്മൾ പറഞ്ഞു ആസിഡ് ഏത് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ. ഈ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇൻഫ്ലേമബിൾ ആണ്. അപ്പൊ ഇങ്ങനെ ഇൻഫ്ലേമബിൾ ഒരു ഗ്യാസ് ഉണ്ടാകും എന്ന് കണ്ടുപിടിച്ചതാണ് ഹെൻറി കാവൻഡിഷ് ആണ്. ബ്രിട്ടീഷ് സയന്റിസ്റ്റ് ആയ ഹെൻറി കാവൻഡിഷ് ആണ് ഇപ്പോൾ ഇങ്ങനെ ആസിഡുകൾ മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഒരു ഇൻഫ്ലേമബിൾ ഗ്യാസ് ഉണ്ടാകുമെന്ന് കണ്ടുപിടിച്ചത്. ഈ ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള ഗ്യാസ് ഹൈഡ്രജൻ ആണെന്ന് കണ്ടെത്തിയത് ലാവോസിയർ ആണ്. ലാവോസിയർ നെയ്മഡ് ദിസ് ഗ്യാസ് ആസ് ഹൈഡ്രജൻ. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന ഗ്യാസ് എന്താണ്? ഹൈഡ്രജൻ ആണെന്ന്
എന്താണെന്ന് കണ്ടുപിടിച്ചത്, അത് കണ്ടെത്തിയത് അല്ലെങ്കിൽ അതിന് പേര് നൽകിയത് ആരാണ്? ലാവോസിയർ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനകത്ത് പറഞ്ഞത് എന്താണ്? വെൻ ആസിഡ്സ് റിയാക്ട് വിത്ത് മെറ്റൽ, ഹൈഡ്രജൻ ഈസ് പ്രൊഡ്യൂസ്ഡ് വെൻ ഹൈഡ്രജൻ ഈസ് ഇൻഫ്ലേമബിൾ ഗ്യാസ് ഉണ്ടാകുമെന്ന് കണ്ടുപിടിച്ചത് ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ്. അത് ഹൈഡ്രജൻ ആണ് എന്ന് അത് കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ ആ ഗ്യാസിന്, ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള ആ ഗ്യാസിന് ഹൈഡ്രജൻ എന്ന് പേര് നൽകിയത് ആരാണ്? ലാവോസിയർ ആണ്. ലാവോസിയർ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഒരു ആസിഡ് തന്മാത്രയ്ക്ക് പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഹൈഡ്രജൻ അയോണുകളുടെ എണ്ണമാണ് അതിൻ്റെ ബേസികത എന്ന് പറയുന്നത്. അപ്പോൾ എത്രമാത്രം ഹൈഡ്രജനെ അവിടെ പ്രദാനം ചെയ്യാൻ കഴിയും, അതാണ് എന്തെന്ന് പറയുന്നത്? ബേസികത എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആസിഡ് തന്മാത്രയ്ക്ക് പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഹൈഡ്രജൻ അയോണുകളുടെ എണ്ണമാണ് ബേസികത. അപ്പൊ നമുക്ക് നോക്കാം. ഒരു ആസിഡിന്റെ ബേസികത ഒന്നാണെങ്കിൽ അതിനെ എന്തെന്ന് പറയുന്നു? ഏകബേസിക ആസിഡ് അല്ലെങ്കിൽ മോണോബേസിക് ആസിഡ് എന്ന് പറയുന്നു. അപ്പോൾ ഒരു ആസിഡിന്റെ ബേസികത ഒന്നാണെങ്കിൽ എന്തെന്ന് പറയുന്നു? ഏകബേസിക ആസിഡ് അല്ലെങ്കിൽ മോണോബേസിക് ആസിഡ് എന്ന് പറയുന്നു. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒരു ഏകബേസിക ആസിഡ് ആണ്. ഇനി അടുത്ത് നോക്കാം. ഒരു ആസിഡിന്റെ ബേസികത രണ്ടാണെങ്കിൽ എന്ത് പറയാം? ദ്വിബേസിക ആസിഡ് എന്ന് പറയുന്നു. ഒരു ആസിഡിന്റെ ബേസികത രണ്ടാണെങ്കിൽ ദ്വിബേസിക ആസിഡ് എന്ന് പറയുന്നു. ഡയബേസിക് ആസിഡ് എക്സാമ്പിൾ ഏതാണ്? സൾഫ്യൂരിക് ആസിഡ് എക്സാമ്പിൾ ആണ്. H2SO4 ഡയബേസിക് ആസിഡ് ആണ് അത്, സൾഫ്യൂരിക് ആസിഡ്. ഇനി നോക്കാം. ഒരു ആസിഡിന്റെ ബേസികത 3 ആണെങ്കിൽ നമ്മൾ എന്താണ്? ത്രിബേസിക ആസിഡ് എന്ന് പറയുന്നു. അപ്പൊ അതിനകത്ത് പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഹൈഡ്രജൻ അയോണുകളുടെ എണ്ണമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒന്നാണെങ്കിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? ഏകബേസിക ആസിഡ് എന്ന് പറഞ്ഞു. രണ്ടാണെങ്കിൽ ദ്വിബേസിക ആസിഡ്. ഒരു ആസിഡിന്റെ ബേസികത 3 ആണെങ്കിൽ അതിനെ ത്രിബേസിക ആസിഡ് എന്ന് പറയുന്നു. ട്രൈബേസിക് ആസിഡ് എക്സാമ്പിൾ ഫോസ്ഫോറിക് ആസിഡ് ഒരു ഏതാണ്? ത്രിബേസിക ആസിഡ് ആണ്. ഏതാണ്? H3PO4. ഏതാണ്? ഫോസ്ഫോറിക് ആസിഡിന്റെ തന്മാത്ര വാക്യമാണ് H3PO4. ഓക്കെ, അത് ട്രൈബേസിക് ആസിഡ് എന്നും പറഞ്ഞു. അപ്പോൾ നമ്മൾ ബേസികത അനുസരിച്ച് നമ്മൾ പറഞ്ഞു എത്രയായിട്ട് തിരിക്കാം? 3 പറഞ്ഞു. 3 തിരിക്കാം. ഏതൊക്കെയാണ്? ഏകബേസിക ആസിഡ്, ദ്വിബേസിക ആസിഡ്, ത്രിബേസിക ആസിഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആസിഡ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ആസിഡ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു വാതകമാണ് ഹൈഡ്രജൻ എന്ന് പഠിച്ചു. പിന്നെ നമ്മൾ എന്താണ്? ആസിഡിന്റെ ബേസികത എന്ന് പറഞ്ഞ എന്താണ്? ഒരു ആസിഡ് തന്മാത്രയ്ക്ക് പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഹൈഡ്രജൻ അയോണുകളുടെ എണ്ണമാണ് ബേസികത. ബേസികത അനുസരിച്ച് 3 നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? ഏകബേസിക ആസിഡ്, ദ്വിബേസിക ആസിഡ്, അതുപോലെ ത്രിബേസിക ആസിഡ്. അതിന്റെ 3 എക്സാമ്പിൾസും നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ കുറച്ച് ആസിഡുകളും അതിന്റെ ഉപയോഗങ്ങളുമാണ് ഇവിടെ തന്നിരിക്കുന്നത്. നമുക്ക് ഈ ടേബിളിലേക്ക് വരാം. ഫസ്റ്റ് തന്നേക്കുന്ന ആസിഡ് വിനാഗിരി. വിനാഗിരി എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? അച്ചാറുകളിലും അതുപോലെ തന്നെ മറ്റ് ഭക്ഷ്യവസ്തുക്കളിലും ഒക്കെ നമ്മൾ വിനാഗിരി ചേർക്കാറുണ്ട് അല്ലേ? അച്ചാറുകളൊക്കെ നമ്മൾ ഇടുമ്പോൾ അതിനകത്ത് കുറച്ച് വിനാഗിരിയും കൂടിയും നമ്മൾ ഒഴിക്കാറുണ്ട്. അതുപോലെ തന്നെ മറ്റ് ചില ഫുഡ് പ്രിപ്പറേഷൻസിനൊക്കെ നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒക്കെ വിനാഗിരിയും അതിനകത്ത് ആഡ് ചെയ്യാറുണ്ട് അല്ലേ? ചൊറുക്ക അല്ലേ? വിനാഗിരി. ഇനി നെക്സ്റ്റ് സിട്രിക് ആസിഡ് ആണ്. സിട്രിക് ആസിഡ് എന്തിനാണ്? ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ, അതുപോലെ തന്നെ പാനീയങ്ങളിലൊക്കെ ചെറിയ എമൗണ്ട് സിട്രിക് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഭക്ഷ്യവസ്തുക്കളെ കേടുകൂടാതെ സൂക്ഷിക്കാൻ, അതുപോലെ പാനീയങ്ങളിലൊക്കെ സിട്രിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് 3 നൈട്രിക് ആസിഡ് ആണ്. നൈട്രിക് ആസിഡ് എന്തിന്റെ? രാസവളം, പെയിന്റ്, ഡൈ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. രാസവളം, പെയിന്റ്, ഡൈ എന്നിവയുടെ നിർമ്മാണത്തിന് നൈട്രിക് ആസിഡ് ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് ആണ് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ് മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററികളിലൊക്കെ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? സൾഫ്യൂരിക് ആസിഡ് ആണ്. മോട്ടോർ വാഹനങ്ങളിലേക്കുള്ള ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡ് ആണ്. നെക്സ്റ്റ് ആണ് ടാനിക് ആസിഡ്. ടാനിക് ആസിഡ് മഷി, തുകൽ എന്നിവയുടെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇതാണ് ടാനിക് ആസിഡ്. മഷി, തുകൽ
എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് ബെൻസോയിക് ആസിഡ്. ബെൻസോയിക് ആസിഡ് ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ, നമ്മൾ പറഞ്ഞല്ലോ സിട്രിക് ആസിഡും ഭക്ഷണ വസ്തുക്കളൊക്കെ കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ബെൻസോയിക് ആസിഡ് ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ ആസിഡുകളും അതിൻ്റെ ഉപയോഗങ്ങളുമാണ് നമ്മൾ നോക്കിയത്. വിനാഗിരി, സിട്രിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, ടാനിക് ആസിഡ്, ബെൻസോയിക് ആസിഡ്, ഇത്രയും ആസിഡ്സുകളാണ് നോക്കിയത്. അത് ഓരോ ആസിഡുകളും അതിൻ്റെ ഉപയോഗവും നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാം. ഈ ആസിഡുകളെയും ആൽക്കലികളെയും കുറിച്ചുള്ള ശാസ്ത്രീയമായ ഒരു സിദ്ധാന്തം അവതരിപ്പിച്ചത് സാന്റേ അനീറിയസ് ആണ്. ഈ എന്തിനെ കുറിച്ചാണ്? ഒരു ആസിഡുകളെയും ആൽക്കലികളെയും കുറിച്ച് ശാസ്ത്രീയമായ ഒരു സിദ്ധാന്തം കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ അവതരിപ്പിച്ചത് സാന്റേ അറീനിയസ്. സാന്റേ അറീനിയസ് എന്നാണ് 1887 1887 ആസിഡുകളെയും ആൽക്കലികളെയും കുറിച്ചുള്ള ഒരു ശാസ്ത്രീയമായ സിദ്ധാന്തം അവതരിപ്പിച്ചതാണ് സാന്റേ അറീനിയസ്. അദ്ദേഹത്തിന്റെ സിദ്ധാന്തമാണ് അറീനിയസ് സിദ്ധാന്തം എന്നറിയപ്പെടുന്നു. എന്താണ് അറീനിയസ് സിദ്ധാന്തം? നമുക്ക് എന്താണെന്ന് നോക്കാം. ഏതൊരു ആസിഡും ബേസും ജലത്തിൽ ലയിക്കുമ്പോൾ അവ അയോണുകളായി വിഭജിക്കപ്പെടുന്നു. അതാണ് അറീനിയസ് സിദ്ധാന്തം പറയുന്നത്. എന്താണ് അറീനിയസ് സിദ്ധാന്തം പറയുന്നത്? ഏതൊരു ആസിഡും ബേസും ജലത്തിൽ ലയിക്കുമ്പോൾ എന്താകുന്നു? അവ അയോണുകളായി വിഭജിക്കപ്പെടുന്നു. അതാണ് ആ സിദ്ധാന്തം പറയുന്നത്. ഇനി അറീനിയസ് സിദ്ധാന്ത പ്രകാരം ആസിഡുകൾ എന്നാൽ ജലത്തിൽ വിഘടിച്ച് ഹൈഡ്രജൻ അയോണുകൾ, അതായത് H+ അയോണുകൾ, H+ അല്ലെ, ജലത്തിൽ വിഘടിച്ച് ഹൈഡ്രജൻ അയോണുകൾ തരുന്ന പദാർത്ഥങ്ങളെയാണ് ആസിഡുകൾ എന്ന് പറയുന്നത്. അറീനിയസ് സിദ്ധാന്ത പ്രകാരം ആസിഡുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ജലത്തിൽ വിഘടിച്ച് ഹൈഡ്രജൻ അയോണുകൾ അല്ലെങ്കിൽ H+ അല്ലെ, അതാണ് ഹൈഡ്രജൻ അയോണുകൾ തരുന്ന പദാർത്ഥങ്ങളാണ് ആസിഡുകൾ എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ അറീനിയസ് സിദ്ധാന്ത പ്രകാരം ബേസുകൾ എന്നാൽ എന്താ പറയുന്നത്? ജലത്തിൽ ഹൈഡ്രോക്സിൽ അയോണുകൾ നൽകുന്ന പദാർത്ഥങ്ങളാണ്. ഹൈഡ്രോക്സിൽ അയോണുകൾ എന്ന് വെച്ചാൽ OH അല്ലെ, OH അയോണുകൾ, OH- ജലത്തില് ഹൈഡ്രോക്സിൽ അയോണുകൾ നൽകുന്ന പദാർത്ഥങ്ങളെയാണ് ബേസ് എന്നും പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അറീനിയസ് സിദ്ധാന്തം എന്താ പറഞ്ഞേ? ഏതൊരു ആസിഡും ബേസും ജലത്തിൽ ലയിക്കുമ്പോൾ അവ അയോണുകളായി വിഭജിക്കപ്പെടുന്നു. ഓക്കെ, അപ്പോൾ അറീനിയസ് സിദ്ധാന്ത പ്രകാരം ആസിഡുകൾ എന്നാൽ ജലത്തിൽ വിഘടിച്ച് എന്തുണ്ടാകുന്നു? ഹൈഡ്രജൻ അയോണുകൾ തരുന്ന പദാർത്ഥം. ബേസുകൾ എന്നാൽ ജലത്തിൽ ഹൈഡ്രോക്സിൽ അയോണുകൾ നൽകുന്ന പദാർത്ഥമാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ആസിഡുകൾക്കും ബേസുകൾക്കും പൊതുവായിട്ടുള്ള ഒരു നിർവചനം നൽകിയ ശാസ്ത്രജ്ഞനാണ് ജോഹന്നാസ് ബ്രോൺസ്റ്റഡും തോമസ് എം ലൗറിയും. ഇവരാണ് ആസിഡുകൾക്കും ബേസുകൾക്കും പൊതുവായിട്ടുള്ള ഒരു നിർവചനം നൽകിയ ശാസ്ത്രജ്ഞന്മാര്. ആരൊക്കെയാണ്? ജോഹന്നാസ് ബ്രോൺസ്റ്റഡും തോമസ് എം ലൗറിയും. അവര് ബ്രോൺസ്റ്റഡ് ലൗറി ആസിഡുകളും ബേസുകളും എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ബ്രോൺസ്റ്റഡ് ലൗറി സിദ്ധാന്ത പ്രകാരം അതിനകത്ത് ആസിഡുകൾ എന്നാൽ ഹൈഡ്രജൻ അയോണിനെ ദാനം ചെയ്യാൻ കഴിയുന്ന പദാർത്ഥങ്ങളെയാണ് ആസിഡുകൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്ത് പറയാ? പ്രോട്ടോൺ ദാതാക്കളാണ് ആസിഡുകൾ എന്ന് പറയുന്നു. ഏത് സിദ്ധാന്തം അനുസരിച്ചാണ്? ബ്രോൺസ്റ്റഡ് ലൗറി സിദ്ധാന്ത പ്രകാരം ആസിഡുകൾ എന്നാൽ എന്താണ്? ഹൈഡ്രജൻ അയോണിനെ ദാനം ചെയ്യാൻ കഴിയുന്ന പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ പ്രോട്ടോൺ ദാതാക്കളെയാണ് ആസിഡുകൾ എന്ന് പറയുന്നത്. എന്നാൽ ബേസുകൾ എന്നാലോ? ബേസുകൾ എന്നാൽ ഹൈഡ്രജൻ അയോണിനെ സ്വീകരിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? ബേസുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രോട്ടോൺ സ്വീകർത്താക്കള്. അപ്പോൾ ബ്രോൺസ്റ്റഡ് ലൗറി സിദ്ധാന്ത പ്രകാരം ആസിഡുകൾ എന്ന് പറഞ്ഞത് ഹൈഡ്രജൻ അയോണിനെ ദാനം ചെയ്യാൻ കഴിയുന്ന പദാർത്ഥങ്ങള്, ബേസുകൾ എന്ന് പറയുന്നത് ഹൈഡ്രജൻ അയോണിനെ സ്വീകരിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളെയാണ് ബേസുകൾ എന്നും പറയുന്നത്. ഇനി നോക്കാം ലൂയിസ് ആസിഡുകളും ബേസുകളും.
ലൂയിസ് ആസിഡുകളും ബേസുകളും. ഇലക്ട്രോൺ ജോഡിയെ സ്വീകരിക്കുന്ന പദാർത്ഥങ്ങളെയാണ് ആസിഡുകൾ എന്ന് പറയുന്നത്. ഏത് ലൂയിസ് തിയറി അനുസരിച്ച്, ലൂയിസ് സിദ്ധാന്ത പ്രകാരം ഇലക്ട്രോൺ ജോഡിയെ സ്വീകരിക്കുന്ന പദാർത്ഥങ്ങളെയാണ് ആസിഡുകൾ എന്ന് പറയുന്നത്. അതുപോലെ ഇലക്ട്രോൺ ജോഡിയെ വിട്ടുകൊടുക്കുന്ന പദാർത്ഥങ്ങളെയാണ് ബേസുകൾ എന്നും പറയുന്നത്. അപ്പോൾ പല സിദ്ധാന്തം അനുസരിച്ച് ആസിഡുകളും ബേസുകളും എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറയുന്നത്. ലൂയിസ് സിദ്ധാന്തം കൊണ്ടുവന്നത് GN ലൂയിസ് ആണ് 1923. ആ പേര് നോക്കുക, GN ലൂയിസ് 1923 ലൂയിസ് സിദ്ധാന്തം കൊണ്ടുവന്നത്. ലൂയിസ് സിദ്ധാന്തം പ്രകാരം ആസിഡുകൾ എന്നാൽ ഇലക്ട്രോൺ ജോഡിയെ സ്വീകരിക്കുന്ന പദാർത്ഥങ്ങളാണ്, ബേസുകൾ എന്നാൽ ഇലക്ട്രോൺ ജോഡിയെ വിട്ടുകൊടുക്കുന്ന പദാർത്ഥങ്ങളാണ്. ഇവിടെ നോക്കാം, ലൂയിസ് ആസിഡുകൾക്ക് എക്സാമ്പിളുകളാണ് AlCl3. ഏതൊക്കെയാണ് ലൂയിസ് ആസിഡുകൾ? അപ്പൊ താഴെ തന്നിരിക്കുന്നവയിൽ ലൂയിസ് ആസിഡുകൾ ഏതെല്ലാം എന്ന് ചോദിക്കാം. AlCl3, CO3+, Mg2+. ഇതൊക്കെ ലൂയിസ് ആസിഡുകൾക്ക് എക്സാമ്പിൾസ് ആണ്. എന്നാൽ ലൂയിസ് ബേസുകൾ നോക്കാം. ബേസുകൾ H2O, NH3, OH-. ഇതൊക്കെ ലൂയിസ് ബേസുകൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പൊ നമ്മൾ ആസിഡുകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ആസിഡ് നമുക്ക് പഠിക്കാൻ പോകുന്നത് നമ്മൾ സൾഫ്യൂരിക് ആസിഡിനെ കുറിച്ചാണ്. ഏതാണ് സൾഫ്യൂരിക് ആസിഡ്? ഏതാണ് കെമിക്കൽ? അവിടെ ഫോർമുല ഏതാണ്? H2SO4 ആണ് സൾഫ്യൂരിക് ആസിഡ്, H2SO4. സൾഫ്യൂരിക് ആസിഡിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ പറയേണ്ടത് എന്താണ്? രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ആസിഡ്. രാസവസ്തുക്കളുടെ രാജാവ് ഏതാണ്? സൾഫ്യൂരിക് ആസിഡ്. രാസവസ്തുക്കളുടെ രാജാവ് സൾഫ്യൂരിക് ആസിഡ്. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? സൾഫ്യൂരിക് ആസിഡ് തന്നെയാണ്. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ്. ഈ സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഡൈനാമിറ്റിന്റെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പൊ ഡൈനാമിറ്റിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? സൾഫ്യൂരിക് ആസിഡ് ആണ്. പിന്നെ ഈ സൾഫ്യൂരിക് ആസിഡ് വ്യവസായമായി നിർമ്മിക്കുന്ന പ്രക്രിയക്കാണ് സമ്പർക്ക പ്രക്രിയ എന്നറിയപ്പെടുന്നത്. സമ്പർക്ക പ്രക്രിയ ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഓരോ ഇതും വ്യവസായമായി നിർമ്മിക്കുന്ന പ്രക്രിയകളും നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞതാണ്. സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണ പ്രക്രിയയാണ് സമ്പർക്ക പ്രക്രിയ എന്നറിയപ്പെടുന്നത്. ഇനി ആസിഡ് മഴയ്ക്ക് അല്ലെ ആസിഡ് റെയിന് കാരണമാകുന്ന വസ്തുക്കൾ ഏതൊക്കെയാണ്? സൾഫ്യൂരിക് ആസിഡും നൈട്രസ് ഓക്സൈഡുമാണ്. അത് രണ്ടും ഒന്ന് നോട്ട് ചെയ്യണം. ആസിഡ് മഴയ്ക്ക്, ആസിഡ് റെയിന് കാരണമാകുന്ന വസ്തുക്കൾ ഏതൊക്കെയാണ്? സൾഫ്യൂരിക് ആസിഡും നൈട്രസ് ഓക്സൈഡും. അപ്പൊ നമ്മൾ സൾഫ്യൂരിക് ആസിഡിനെ കുറിച്ചാണ് പറഞ്ഞത്. രാസവസ്തുക്കളുടെ രാജാവ്, ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നു. ഡൈനാമിറ്റിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡാണ്. വ്യവസായമായി നിർമ്മിക്കുന്ന പ്രക്രിയയാണ് സമ്പർക്ക പ്രക്രിയ. ആസിഡ് റെയിന് കാരണമായിട്ടുള്ള വസ്തുക്കളാണ് സൾഫ്യൂരിക് ആസിഡും നൈട്രസ് ഓക്സൈഡും. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ സവിശേഷതകൾ, സൾഫ്യൂരിക് ആസിഡിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിറമില്ലാത്ത എണ്ണ പോലുള്ള ദ്രാവകമാണ് സൾഫ്യൂരിക് ആസിഡ്. എങ്ങനെയാണ്? കളർലെസ് ആണ്, നിറമില്ലാത്ത എണ്ണ പോലുള്ള ഒരു ദ്രാവകമാണ്. ബാഷ്പശീലം കൂടിയ ആസിഡുകളെ അവയുടെ ലവണങ്ങളിൽ നിന്ന് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നു. ബാഷ്പശീലം കൂടിയ ആസിഡുകളെ അവയുടെ ലവണങ്ങളിൽ നിന്ന് നിർമ്മിക്കാൻ വേണ്ടി സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നു. ഗാഢ സൾഫ്യൂരിക് ആസിഡ് ശക്തിയേറിയ ഒരു നിർജ്ജലീകാരിയാണ്. ഗാഢ സൾഫ്യൂരിക് ആസിഡ് ശക്തിയേറിയ ഒരു നിർജ്ജലീകാരിയാണ്. ചൂടുള്ള ഗാഢ സൾഫ്യൂരിക് ആസിഡ് ശക്തിയേറിയ ഒരു ഓക്സികാരിയാണ്. ഇതൊക്കെയാണ് അതിന്റെ സവിശേഷതകൾ. ഇനി നമുക്ക് സൾഫ്യൂരിക് ആസിഡിന്റെ ഉപയോഗങ്ങൾ, എവിടെയൊക്കെയാണ് ഇത് ഉപയോഗിക്കണേന്ന് നോക്കാം. ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? രാസവളങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് യൂസസ് ആണ് നമ്മൾ പറയുന്നത്. അതിൽ ഫസ്റ്റ് ഏതാണ്? രാസവളങ്ങളുടെ നിർമ്മാണത്തിന്, രാസവളങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. പെട്രോളിയം ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് സൾഫ്യൂരിക് ആസിഡിന്റെ ഒരു യൂസ് ആണ് എന്ത്? പെട്രോളിയം ശുദ്ധീകരണം. പെട്രോളിയം ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്നു. ഡിറ്റർജന്റ് വ്യവസായത്തിന്, ഡിറ്റർജൻസ് ഒക്കെ നിർമ്മിക്കാൻ ഡിറ്റർജന്റ് വ്യവസായത്തിൽ ഉപയോഗിക്കുന്നു. വർണ്ണങ്ങള്, ചായങ്ങൾ, അതുപോലെ നിറക്കൂട്ടുകളുടെ ഇടനില വസ്തുക്കൾ എന്നിവയ്ക്ക് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നു. ഓക്കെ,
അപ്പോൾ നമ്മൾ ഫസ്റ്റ് സൾഫ്യൂരിക് ആസിഡ് ആണ് നമ്മൾ നോക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്ലാസ്സുകളിൽ നമുക്ക് അടുത്ത ആസിഡുകളെ നമുക്ക് കുറിച്ച് കൂടുതൽ പഠിക്കാം. ഇനി നമുക്കിവിടെ നോക്കുന്നത് ഓരോ സബ്സ്റ്റൻസും അതുപോലെ തന്നെ കളറിൻ ആസിഡിലെ കളറുമാണ്. നമ്മൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ലിറ്റ്മസ് പേപ്പറിന്റെ കാര്യം പറഞ്ഞു അല്ലേ. ലിറ്റ്മസ് പേപ്പർ 2 ഇതിൽ അവൈലബിൾ ആണ്. ഏതൊക്കെയാണ്? റെഡ് കളറിലും കിട്ടും, അതുപോലെ തന്നെ ബ്ലൂ കളറിലും കിട്ടും. നോക്കിയേ, ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ആസിഡിൽ എങ്ങനെയാണ്? കളർ ഇൻ ആസിഡ് എന്ത് കളർ ആവുന്ന പറഞ്ഞത്? റെഡ് കളർ ആവും. അതാണ് നമ്മൾ ആസിഡിന്റെ കോമൺ ഒരു ഫസ്റ്റ് തന്നെ നമ്മൾ പറഞ്ഞ ആസിഡ് പറഞ്ഞപ്പോൾ പറഞ്ഞൊരു പോയിന്റ് ആണ്. എന്താണ്? ബ്ലൂ ലിറ്റ്മസിനെ എന്താകുന്നു? റെഡ് നിറമാക്കുന്നു ആസിഡുകൾ അല്ലേ. ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ആസിഡിലെ കളർ എന്താണ്? റെഡ് കളർ. പിന്നെ റെഡ് ലിറ്റ്മസ് പേപ്പർ ആണെങ്കിൽ ഓൾറെഡി ഏതാ? റെഡ് ഇൻ കളർ, റെഡ് തന്നെയായിരിക്കും. ചില്ലി പൗഡർ പെയിൽ റെഡ് കളർ ആയിരിക്കും. കളർ ഇൻ ആസിഡ് ആണ് ഇവിടെ പറയുന്നത്, പെയിൽ റെഡ് കളർ. റെഡ് ഇനി നെക്സ്റ്റ് ഹിബിസ്കസ് പേപ്പർ. ഹിബിസ്കസ് പേപ്പർ എന്ന് പറഞ്ഞാൽ ബ്ലൂ കളർ ആണ് അല്ലേ. ഹിബിസ്കസ് പേപ്പർ എന്ത് റെഡ് കളർ ആവും, ആസിഡിൽ റെഡ് കളർ ആവും. ഫിനോഫ്തലിൻ എങ്ങനെയാണ്? കളർലെസ് ആണ്. ആസിഡ്സിൽ കളർ ഇൻ ആസിഡ്, ആസിഡിൽ കളർ എന്താണ്? കളർലെസ് ആണ്. നെക്സ്റ്റ് വൈറ്റ് പേപ്പർ. വൈറ്റ് പേപ്പർ ഏതാ? ആസിഡിൽ വൈറ്റ് ഇൻ കളർ, വൈറ്റ് കളർ തന്നെയാണ്. പിന്നെ കാർബൺ പൗഡർ. കാർബൺ പൗഡർ ബ്ലാക്ക് കളർ ആയിരിക്കും, ആസിഡിൽ കളർ ബ്ലാക്ക്. മീഥൈൽ ഓറഞ്ച് പെയിൽ പിങ്ക് കളർ ആയിരിക്കും. മീഥൈൽ ഓറഞ്ച് പെയിൽ പിങ്ക് കളർ. പിന്നെ ലിക്വിഡ് ബ്ലൂ ഏത് കളറാ? ബ്ലൂ കളർ തന്നെ. ടർമറിക് ഏതാ? യെല്ലോ കളർ. കളേഴ്സ് ഇൻ ആസിഡ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആസിഡും ആൽക്കലിയും എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ നമ്മൾ ആസിഡ്സിനെ കുറിച്ചാണ് പഠിച്ചത്. അപ്പോൾ നമ്മൾ ആസിഡ് എന്താണെന്ന് പറഞ്ഞു. പിന്നെ ആസിഡ് ലോഹങ്ങളുമായിട്ട് മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ എന്ന് പഠിച്ചു. പിന്നെ നമ്മൾ എന്താണ് അതിൻ്റെ ബേസികത എന്താണെന്ന് പറഞ്ഞു അല്ലേ. ബേസികത അനുസരിച്ച് നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതും അതിൻ്റെ എക്സാമ്പിൾസും ഓരോ ഏക ബേസിക് ആസിഡിനൊക്കെ എക്സാമ്പിളുകളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മൾ എന്താണ് ആസിഡുകൾ അതിൻ്റെ എവിടേക്കാണ് ഉപയോഗിക്കണേ എന്നുള്ളത് കുറച്ച് ആസിഡുകൾ നമ്മൾ പരിചയപ്പെട്ടു അല്ലേ. പിന്നെ നമ്മൾ അറീനിയസ് സിദ്ധാന്തമാണ് പഠിച്ചത്. പിന്നെ നമ്മൾ എന്താ ബ്രോൺസ് ലൗറി ആസിഡ് ബേസുകളും പിന്നെ ലൂയിസ് ആസിഡുകളും ബേസുകളും എന്തൊക്കെയാണ് നോക്കി. പിന്നെ നമ്മൾ പഠിച്ചത് ആസിഡ് ഏതാണ്? സൾഫ്യൂരിക് ആസിഡ് ആണ്. സൾഫ്യൂരിക് ആസിഡ് നമ്മൾ മറക്കാതെ ഓർക്കുക, രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നതാണ് സൾഫ്യൂരിക് ആസിഡ്. പിന്നെ സൾഫ്യൂരിക് ആസിഡിന്റെ സവിശേഷതകൾ പറഞ്ഞു, പിന്നെ ഉപയോഗങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് നെക്സ്റ്റ് ആസിഡുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചതൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ക്ലാസ് കണ്ടിന്യൂ ചെയ്ത് കാണുക, നോട്ട്സ് ഒക്കെ കൃത്യമായിട്ട് എഴുതിയെടുക്കുക. എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.